എനിക്ക് തോന്നുന്നു ഒരു 20 to 30K റേഞ്ചിലാണ് അവിടുത്തെ സാലറി വരുന്നത്. അപ്പം ഈ ഒരു സാലറിയുടെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ ഹാപ്പി ആണോ? ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്ന സമയത്ത് എന്തായിരുന്നു ഹിബയുടെ ഒരു ഇമോഷണൽ സൈഡ്? ലേറ്റ് നൈറ്റ് ഓർ ഏർലി മോർണിംഗ് സ്റ്റഡി? ലേറ്റ് നൈറ്റ്. പാർട്ട് ടൈം ആയിട്ട് ജോബിനൊക്കെ പോയിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഫീസ് അടയ്ക്കാൻ. ഫുള്ളായിട്ട് ഞാനല്ല ചെയ്തത്, പക്ഷേ എൻ്റെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു എഫേർട്ടിലും കൂടി ആയിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. ഹായ് ഓൾ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കുറച്ച് കോഡേഴ്സാണ്, കാർഡിയയിലെ കോഡേഴ്സാണ്. അപ്പം ഇവരുടെ ഒരു കരിയർ ജേണി, അതായത് ഇവർ ക്ലാസ് റൂം ടു ഒരു ജോബ്, നമ്മുടെ നല്ലൊരു കോയമ്പത്തൂർ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോഡേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു. ഞാൻ ആർദ്ര, ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്, CPC സ്കോളറാണ്. ഞാൻ ഹിബ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് BSc ഫിസിക്സ് ആയിരുന്നു, സർട്ടിഫൈഡ് കോഡറാണ്. ഞാൻ ശില്പ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് BA സയൻസ് സാഹിത്യമാണ്. എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ CPC ഹോൾഡറാണ്. ഫിബ, ഫ്രം മലപ്പുറം. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആൻഡ് CPC ഹോൾഡർ. ഇപ്പം നിങ്ങളൊക്കെ സർട്ടിഫൈഡ് കോഡേഴ്സാണ്. ആൻഡ് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ, ലൈക്ക് നിങ്ങളുടെ ഇവിടെ കാർഡിയയിൽ എത്തുന്ന ആ ഒരു പോയിന്റ്, ആൻഡ് അതിനുശേഷം CPC എടുത്തു, ആൻഡ് ഇപ്പം ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അപ്പം ആ ഒരു ഗ്യാപ്പിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഹിബയ്ക്കാണെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും? എൻ്റെ ഒരു ഫ്രണ്ട് കാർഡിയ പഠിച്ചിട്ട് ഒപ്റ്റത്തിൽ പ്ലേസ്ഡായി. അപ്പോൾ അത് ത്രൂ ആണ് ഞാൻ വരുന്നത്, ഞാൻ ഇവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷുവർ അല്ലായിരുന്നു ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടൊന്നും. പിന്നെ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തപ്പം നമുക്ക് പറ്റും തോന്നി. പിന്നെ എനിക്ക് ബയോളജി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഓൾറെഡി. അപ്പോൾ എനിക്ക് ഓക്കെ ആയിരിക്കും തോന്നി. കുറേ ബെറ്ററായി, ആ ഒരു ഡിസിഷൻ എടുത്തത് നല്ലതായി തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഡ്രാസ്റ്റിക് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഡേ 1 ഇവിടെ വന്ന ഹിബയും ഇപ്പം നിൽക്കുന്ന ഹിബയും തമ്മിൽ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം ഭയങ്കര ഹോപ്പ്ലെസ് ആയിരുന്നു, ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ടായിരുന്നു നിന്നത്. പക്ഷെ ഇപ്പം ഇവിടുന്ന് ഇറങ്ങുമ്പം കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും മിസ്സാണെങ്കിലും സാറാണെങ്കിലും എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു നമുക്ക്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി. ഓക്കെ. സോ ശില്പ വന്നിട്ട് ഇവിടെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് കാർഡിയയിൽ ജോയിൻ ചെയ്തത്. ആൻഡ് ആ ഒരു കരിയർ എങ്ങനെയായിരുന്നു, ലൈക്ക് യുവർ കരിക്കുലം റിലേറ്റഡ്? ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 മാസം. അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അത് ഒരു 2 മന്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഓൺലൈനിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ CPC സർട്ടിഫൈഡായി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ CPC ക്ലിയർ ആവും, അതിനുശേഷം ഇങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യും, ജോബ് കിട്ടും എന്നുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ ഹോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, മിസ്സുമാരാണെങ്കിലും എല്ലാവരും. ആൻഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് CPC എഴുതുന്ന സമയത്ത്? ഞാൻ നോൺ ലൈഫ് സയൻസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആദ്യം മുതലേ ഞാൻ പഠിച്ച് വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് എക്സാം പാസ് ആവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യണ സമയത്ത്. പിന്നെ എക്സാമിന് ശേഷം പിന്നെ പാസ്സായി, ഹാപ്പിയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ശില്പ പറഞ്ഞു, ഇപ്പം ശില്പ ഒരു നോൺ ലൈഫ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പ്യുവർലി നോൺ ലൈഫാണ്. അപ്പോൾ ഒരു നോൺ ലൈഫിൽ നിന്ന് നമുക്ക് ഈ മെഡിക്കൽ കോഡിംഗ് എന്നുള്ളൊരു ഏരിയയിലേക്ക് വരുമ്പം ഉള്ള ഡിഫിക്കൽട്ടീസ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ +2 ബയോളജി സയൻസ് ആണ് ഉണ്ടായിരുന്നത്, പിന്നെ ഡിഗ്രിയാണ് നോൺ ലൈഫ് സയൻസ്. അപ്പോൾ അന്ന് +2 പഠിച്ചൊരു ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം മുതൽ പഠിക്കുന്നത് ചെയ്തത്. ആ ഒരു ഓർമ്മ കേട്ട ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഞാൻ ആദ്യം മുതലേ ബേസിക് മുതലേ ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത്.
എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് പറ്റും, പഠിക്കാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു ഇവിടെ വന്നതിന് ശേഷം. ഓക്കെ ഓക്കെ ഫൈൻ. ആർദ്ര എനിക്ക് തോന്നുന്നു BSc മാത്സ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും. സോ ആർദ്രയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പം ഒരു നോൺ ലൈഫായിട്ടുള്ള ഒരാൾ ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പം അത് ഡിഫിക്കൽട്ട് ആയിരിക്കുമോ അതോ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ്? ഞാൻ നോൺ ലൈഫാണ് പഠിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ പഠിച്ചത്, ഈ കോഴ്സ് പൂർത്തിയാക്കിയതൊക്കെ. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നെ കൂടെ പറ്റുമോ എന്നുള്ളത്. പിന്നെ എനിക്ക് ബയോളജി ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പ് പങ്കെടുത്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു. 2 ഡേയ്സിലെ വർക്ക്ഷോപ്പ് അതെ ആയിരുന്നു. അതെ. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ. വർക്ക്ഷോപ്പ് വർത്തായിരുന്നോ കാര്യങ്ങളൊക്കെ? ഓക്കെ. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങളെ മിസ്സൊക്കെ ഇങ്ങനെ, മിസ് ഞങ്ങൾ ബാച്ചിലുള്ള ഒരുവിധം എല്ലാ കുട്ടികളും നോൺ ലൈഫ് സയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതും പഠിച്ചതൊക്കെ എന്ന് ഞാൻ പറയും. സിലബസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ ഇത്ര ചാപ്റ്റർ കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സാം, പിന്നെ ക്വസ്റ്റ്യൻ പോലെ അതുപോലെ പ്രസന്റേഷൻ ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ടോപ്പിക് പ്രസന്റേഷൻസ്. അപ്പോൾ ഇതൊക്കെ ടോപ്പിക്ക് പഠിക്കാനും സഹായിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരുപാട് മാറാനൊക്കെ ഇങ്ങനെ പ്രസൻറ്റേഷൻ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഫിബ, നമ്മളിപ്പം പ്ലേസ്മെൻറ്റ് ഏരിയ നോക്കുമ്പോൾ നിങ്ങൾ CPC കഴിഞ്ഞു, സർട്ടിഫൈഡ് ആയി. ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കോട്ടിവിറ്റിയിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ. വാവ്, ഗ്രേറ്റ്. കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കാര്യം തന്നെ. നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഫിബയ്ക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിനെ കുറിച്ച്, ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു റൗണ്ട്സ്, കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇൻ്റർവ്യൂ 2 റൗണ്ടായിനി. അസസ്മെൻറ്റ് റൗണ്ട്, കമ്പ്യൂട്ടർ എക്സാം ആയിനി. പിന്നെ HR റൗണ്ടും ടെക്നിക്കൽ റൗണ്ടും മിക്സ്ഡ് ആയിനി. ഓക്കെ, രണ്ടും കമ്പൈൻ ആയിട്ടാണ് വന്നത്. അനാട്ടമി ICD ഒക്കെ ചോദിച്ചിന്. പിന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ് അറിയാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന്, HR റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. നോൺ ലൈഫ് സയൻസ് ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എടുത്തിന്. അപ്പം അതെടുത്തിട്ട് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിങ് എടുത്തതെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും. നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഏതുമാവട്ടെ, കോഡിങ് ആവാം, ഏതുമാവാം, അപ്പം അതിൽ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആവുന്നോ അതിൽ റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പൊതുവേ കാണുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു കോഴ്സിൽ പെർട്ടിക്കുലർലി നമ്മൾ കോഡിങ്ങിനെ കുറിച്ച് പറയുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ? ഇതിൻ്റെ സാധ്യതയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത് തന്നെ. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അതിനെ കുറിച്ച് കേട്ടു. പിന്നെ എന്താ പറയുക, എഫേർട്ടിൻ്റെ കാര്യം പറഞ്ഞു മിസ്, അത് ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടുന്ന് ഇപ്പം കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോഴും എന്താ പറയുക, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ, ഉച്ച വരെയാണ് ഇവിടെ കോഴ്സ് സാധാരണ ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇരുന്നിട്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും ഞങ്ങളെ മിസ്സോട് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എല്ലാത്തിനായിട്ട്. പിന്നെ CPCക്ക് ആയാലും ഇൻ്റർവ്യൂവിനായാലും ഒക്കെ ഇവിടുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഇവിടെ തന്നെ ഞങ്ങളിപ്പോൾ കാർഡിയയിൽ പഠിക്കുന്നത്, അവിടെ നമ്മൾ കാണുന്നുണ്ട് ദിവസം എത്ര പേര് CPC ക്രാക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് പ്ലേസ്ഡ് ആവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പം ഞങ്ങളെ മുമ്പ് പഠിച്ചവരായാലും ഒരുപാട് പേര് കോഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്ലേസ്ഡായി. അപ്പം ആ ഒരു കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എന്താണ്, കുറച്ച് ടൈം എടുത്താലും നമുക്ക് പ്രിപ്പയർ ആവുന്ന വരെ, നമ്മൾ ഇതിന് റെഡി ആവുന്നത് വരെ ഇവിടുന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ എന്തായാലും പ്ലേസ്ഡ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. സപ്പോർട്ടിന് പുറമെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു എഫേർട്ടാണ് ഇതിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ആർദ്ര എങ്ങനെയായിരുന്നു ഒരു എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ എടുത്ത പ്രൊസീജിയറൊക്കെ എന്തായിരുന്നു? CPCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ എല്ലാ ചാപ്റ്റർ കഴിഞ്ഞാലും ബുക്ക് മോക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPCക്ക് കയറുന്ന സമയത്ത് ഒന്ന് ടൈം മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഉണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഒരുവിധമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി പറ്റാത്തത് തന്നെ ഇവിടുന്ന് മിസ്സുമാരെല്ലാവരും നമ്മളെ സപ്പോർട്ടായിട്ട് നിന്ന് വന്നു. പിന്നെ ഞാൻ മോക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ് ചെയ്തത്. എനിക്ക് പെട്ടെന്ന് CPC എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ എത്തുന്നത് വരെ ഞാൻ മോക്ക് ചെയ്തു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ മോക്ക് ചെയ്തു. ഇൻ്റർവ്യൂവിനാണെങ്കിലും ഇവിടുന്ന് ക്ലാസ്സുകളുണ്ടായിരുന്നു. അതുപോലെ മോക്ക് ഇൻ്റർവ്യൂ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം നമ്മൾ എഫേർട്ട് എത്ര എടുക്കുന്നോ, നമ്മളൊരു സ്റ്റേജ് നമ്മളറിയാം, നമുക്ക് എത്രത്തോളം ബെറ്റർ ആവണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ടെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഇവർ നമ്മുടെ ബേക്കിൽ തന്നെ ഉണ്ടായിരിക്കും, ഫാക്കൽറ്റി എല്ലാവരും. പക്ഷേ നമ്മുടെ കോളിക്ക് എത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം.
ഓക്കെ. സോ ഹിബ, കോട്ടിവിറ്റി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നിങ്ങളൊക്കെ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 20 to 30K റേഞ്ചിലാണ് അവിടുത്തെ സാലറി വരുന്നത്. അപ്പം ഈ ഒരു സാലറിയുടെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ ഹാപ്പി ആണോ? ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്ന സമയത്ത് എന്തായിരുന്നു ഹിബയുടെ ഒരു ഇമോഷണൽ സൈഡ്? ഫസ്റ്റ് ഓഫ് ഓൾ കോട്ടിവിറ്റി എന്ന് പറയുമ്പം എല്ലാവരും ഭയങ്കര ടഫാണ്, ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരുന്നു കിട്ടൂല, പക്ഷെ ജസ്റ്റ് ഒന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ പോയതാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഫസ്റ്റത്തെ റൗണ്ടും പറഞ്ഞ പോലെ അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഞാൻ ഫുള്ളൊന്നും ആൻസർ ചെയ്തില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സെക്കൻഡ് റൗണ്ട് ആണെങ്കിലും ഭയങ്കര ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തപ്പം ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് നമുക്ക് കിട്ടൂല എന്നുള്ള രീതിക്കായിരുന്നു പോയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് HR കോൾ ചെയ്യുന്നത് എനിക്കായിരുന്നു, ക്രാക്കായി ഹയർഡായി പറഞ്ഞിട്ട്. ഫസ്റ്റ് എന്നെ വിളിച്ചപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ പിന്നെ ഞാൻ ഇവൾക്ക് വിളിച്ചു കിട്ടിയോ പറഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിരുന്നു കുറച്ച്. പിന്നെ ഫാമിലി സൈഡിൽ നിന്നൊക്കെ എങ്ങനെ? ഫാമിലി നല്ല സപ്പോർട്ടാണ്. അവർ ഹാപ്പിയാണോ ഇങ്ങനെ കേട്ടപ്പോൾ? അതും ഫസ്റ്റത്തെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഓക്കെ. കുറച്ച് പ്രൗഡാണ് എല്ലാവരും. വി ആർ ഓൾസോ വെരി പ്രൗഡ് ബിക്കോസ് ഈ ഒരു ഏജിൽ നിങ്ങൾ വെരി യങ് ഏജ് ആൻഡ് ഓൾസോ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷന് ശേഷം ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നല്ലൊരു കരിയർ, എനിക്ക് തോന്നുന്നു ഏതൊരു ഡിഗ്രി കഴിഞ്ഞും ഇത്രയും നല്ലൊരു പാക്കേജ് എനിക്കറിയില്ല. ഈവൻ ദോ പെട്ടെന്ന് തന്നെ നല്ലൊരു പൊസിഷനിൽ കയറാൻ പറ്റി. ഞാനൊരിക്കൽ ശില്പയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിൽ, അതായത് കുറച്ചും കൂടി നിങ്ങളൊരു ഇൻഡിവിജ്വലി നമ്മൾ പറഞ്ഞ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞത് കേട്ടു. അപ്പം എങ്ങനെയാണ് ആ ഒരു ഏരിയ? ഞാനിപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. അതും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അപ്പം ഞാൻ പാർട്ട് ടൈമായിട്ട് ജോബിനൊക്കെ പോയിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഫീസ് അടയ്ക്കാൻ ഫുള്ളായിട്ട് ഞാനല്ല ചെയ്തത്. പക്ഷേ എൻ്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു എഫേർട്ടിലും കൂടി ആയിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൺലൈനാണ് ചൂസ് ചെയ്തായിരുന്നത്. അതിനുശേഷം ഞാൻ മോക്ക് ചെയ്യാൻ വന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാ ബാച്ചിലും കുട്ടികൾ സപ്പോർട്ടീവ് ആയിരുന്നു, അതുപോലെ തന്നെ മിസ്സുമാരും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായോ എന്നുള്ളൊരു ഫീല് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയമായപ്പോൾ എല്ലാവരും ഏറ്റവും കമ്പനിയായി. എക്സാം ക്രാക്ക് ചെയ്തതിന് ശേഷം ഭയങ്കര എന്താ പറയുക, ഇനി ഇൻ്റർവ്യൂ കിട്ടില്ലായിരിക്കുമോ, അങ്ങനെ കുറേ ഇൻ്റർവ്യൂ. എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ അല്ല കോട്ടിവിറ്റി, ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒന്ന് കോട്ടിവിറ്റി, പിന്നെ വേറെ ഒരു കമ്പനി. അപ്പോൾ ഇത് കോട്ടിവിറ്റി എൻ്റെ രണ്ടാമത്തെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടിവിറ്റി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണ സമയത്ത് അവരുണ്ടായിരുന്നില്ല. കാരണം ഇൻ്റർവ്യൂ ടഫാണ് എന്ന് വിചാരിച്ചിട്ട് അവരുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ ഒപ്പം ഞാൻ ഇൻ്റർവ്യൂ ടഫാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു സമയത്തെടുത്ത ഡിസിഷൻ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ അവരുടെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഈ ഒരു ഇതിലെത്താൻ പറ്റില്ല, അത് ഉറപ്പാണ്, ആ കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കരുത്. കാരണം നമ്മൾ ഒരാളുടെ കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ലെവലിലേക്ക്, നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് വന്നു കഴിഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നേരിടുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഹിബയ്ക്ക്, അതായത് നിങ്ങളുടെ ഈ ഒരു കരിയർ എന്നുള്ള ഒരു ഫ്രം എഡ്യൂക്കേഷൻ ലെവൽ മുതൽ നമ്മളിപ്പോൾ നല്ലൊരു കരിയറിൽ എത്തി നിൽക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് ഒരുപാട് പേര് നിന്നിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, യുവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ്. സോ അതിൽ സ്പെഷ്യലായി ഒരു റിഗാർഡ്സ് ആരോടൊക്കെയാണ് പറയാനുള്ളത്? കോഴ്സിൻ്റെ ഉപ്പമ്മയായിരിക്കും. കാരണം നമുക്കറിയാം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ പാരൻസ് നമ്മളെ ലീഡ് ചെയ്യുന്നതെന്ന്. ഞാൻ ഡൗൺ ഒക്കെ ആകുമ്പം ഉപ്പ ഇങ്ങനെ പറയും, ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം
ഓരോരു സപ്പോർട്ട് കൊണ്ടാണ് മോസ്റ്റും ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളായിരുന്നു ഇപ്പോൾ മോക്ക് ചെയ്യൽ. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ഇവള്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊപ്പം അടുത്തിരുന്നപ്പോഴാണ് കുറച്ചുകൂടെ ഞാൻ മോക്സൊക്കെ ക്ലിയർ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കുറച്ച് ലേസിയാണ്. അപ്പം ഇവളെ കാണുമ്പോൾ ഓക്കെ പഠിക്കണം ആ ഒരു മോട്ടിവേഷൻ വരും. അങ്ങനെ ഒപ്പം ഇരുന്ന് മോക്കൊക്കെ ചെയ്യും ഉച്ചയ്ക്ക് ശേഷം. പിന്നെ മിസ്സുമാരും എല്ലാവരും നല്ല ഇതായിരുന്നു. 24 hours നമുക്കിങ്ങനെ എപ്പം വേണമെങ്കിലും ഇപ്പം ക്ലാസ് വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ട് നമുക്ക് ഓൺലൈനിൽ ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഫാക്കൽറ്റീസും പാരൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, അത് കഴിഞ്ഞ് ഫാക്കൽറ്റീസും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ. ഇപ്പം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇനി നമ്മൾ അടുത്തതൊരു റാപ്പിഡ് ഫയർ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. കുറച്ചും കൂടി ഒന്ന് നമുക്ക് കൂളാവാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ആർദ്ര, ICD or CPT? ICD. Okay. Hiba, late night or early morning study? ലേറ്റ് നൈറ്റ്. Late night. Okay. Any reason? രാവിലെ എണീക്കില്ല. Okay, fine. Online course or offline course? ഓഫ്ലൈൻ. Any reason? കാരണം ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഓഫ്ലൈനിലുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു, ഇവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ സോ ഓഫ്ലൈൻ. Work from home or direct job? Direct job. Direct job. Okay. Teamwork or individual designation? ടീം വർക്ക്. Okay. Backbencher or front bencher? രണ്ടുമല്ല, മിഡിൽ ബെഞ്ച്. Anatomy or terminology? അനാട്ടമി. Anatomy. Okay. Kerala or outside Kerala? ഔട്ട്സൈഡ് കേരള. Bangalore or Coimbatore? കോയമ്പത്തൂർ. Coimbatore or Chennai? കോയമ്പത്തൂർ. Coimbatore. Okay. ഇനി വരാൻ പോകുന്നൊരു അപ്കമിങ് കോഡേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് എന്നൊക്കെ പറയുമ്പം എന്താ, നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നോ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഗേൾസിന് മറ്റേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് മടി ഉണ്ടാവും. പക്ഷേ നമുക്ക് ഫാമിലിയും വേണം, പാരലലി നമ്മളെ കരിയറും ഫോക്കസ്ഡ് ആയിരിക്കണം. സിംപ്ലി ഇത്രേ പറയാനുള്ളൂ, യു വിൽ നെവർ വിൻ ഇഫ് യു നെവർ ബിഗിൻ. സോ കോട്ടിവിറ്റി കോയമ്പത്തൂർ പ്ലേസ് ആയ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് ഉള്ളത്. അവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ പാറ്റേൺ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു. അപ്പം ഇപ്പോൾ കമ്പനീനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓൾറെഡി ഇവർ CPC സർട്ടിഫൈഡ് കോഡേഴ്സാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വന്നിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിന്, അവരുടെ എംപ്ലോയീസിന് CRC എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കൂടി ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഇവരിപ്പം ഇനീഷ്യലി ഇവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫ്രഷറായിട്ട്, ഒരു ജൂനിയർ മെഡിക്കൽ കോഡറായിട്ട്. അപ്പം ഇവർക്ക് സ്റ്റാർട്ടിങ് തന്നെ തോന്നുന്നു, എനിക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു 45 ഡേയ്സിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഈ 45 ഡേയ്സ് ഇവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ആൻഡ് ബിഫോർ ദാറ്റ് ഇവരുടെ പാക്കേജ് എന്ന് പറയുന്ന ഒരു 2013 ബിറ്റ്വീൻ ആണ് ഇവരുടെ പാക്കേജ് ഈ പെർട്ടിക്കുലർ കമ്പനിയിൽ വരുന്നത്. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ CRC ഇവർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1.5 മന്തിൽ ഒരു ഹയർ പൊസിഷനിലേക്കാണ് ഇവരുടെ സാലറി ഇൻകം പോലും പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരും ഹാപ്പിയാണ്, മോർ ഓവർ ഞങ്ങളും ഹാപ്പിയാണ്. കാരണം ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഹോപ്പ്, ആൻഡ് ഇവർ നല്ലൊരു കരിയറിൽ കയറുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളുടെ ടീമിനാണ്. അപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞു, 3 മാസത്തെ കോഴ്സ് എടുത്തു, സർട്ടിഫിക്കേഷൻ എക്സാം ക്ലിയർ ചെയ്തു, ആൻഡ് നല്ലൊരു പാക്കേജിൽ ഇവരെ കരിയർ ഇവരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും എക്സ്ട്രീം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും തന്നെ കാണരുത്. ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങളുടെ കരിയറിൻ്റെ വെറും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. എന്നാൽ ഇവിടുന്ന് നിങ്ങൾ താഴേക്ക് പോകാനും പാടില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് കോഡിങ്ങിൽ ഒരുപാട് പൊസിഷൻ ഹൈറാർക്കീസ് ഉണ്ട്, ക്വാളിറ്റി അനലിസ്റ്റ്, ലൈക്ക് ഒരുപാട് ടീം ലീഡർ, ഒരുപാട് പോകാനുണ്ട്. അപ്പം കാരണം ഓരോ കമ്പനിയിലെ കേസും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, കോഡിങ്ങിൽ നിങ്ങളുടെ വർക്ക് ക്വാളിറ്റീൻ്റെ ബേസിലാണ് നിങ്ങളുടെ പ്രൊമോഷൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു കാർഡിയയിൽ നിങ്ങളുടെ ഒരു ലൈഫ് ജേർണി പറഞ്ഞ സമയത്ത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിംഗ് ഇനി നിങ്ങളുടെ വർക്കിലും റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ കമ്പനിയിൽ ബെസ്റ്റ് പെർഫോമറൊക്കെ ആവണം. എനിക്ക് തോന്നുന്നു IT കമ്പനിയിലൊക്കെ ഒരുപാട് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത് ഒക്കെ വരാനുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും പ്രൗഡായിരിക്കും. അപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്യുക, നല്ല നല്ല പൊസിഷനിലേക്ക് പോവുക. അപ്പം all the very best from my side and of course entire team of Cardia. Thank you so much.